ജോർദൻ പീൽ സംവിധാനം ചെയ്തിട്ടുള്ള ഗെറ്റ് ഔട്ട് എന്ന സിനിമയ്ക്ക് ശേഷം കറുത്ത വർഗ്ഗക്കാർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ സാംസ്കാരിക വേരുകളെക്കുറിച്ചും സംസാരിക്കുന്ന ജോണർ ഫിലിമുകൾ ഒരുപാട് ഹോളിവുഡിൽ ഉണ്ടാകാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം സാമാന്യം വലിയ സ്കെയിലിലുള്ള കച്ചവട സിനിമയുടെ ഫോർമാറ്റിൽ അവതരിപ്പിക്കാൻ ഇത് സംവിധായകരെ സഹായിച്ചിട്ടുണ്ട്. റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സിന്നേഴ്സ് ഈ ഒരു സ്പേസിൽ വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. പീരിയഡ് ഡ്രാമ പോലത്തെ അതിന്റെ ഒരു പശ്ചാത്തലം സെറ്റ് ചെയ്യാൻ സാമാന്യം നല്ലപോലെ സമയം എടുക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ മണിക്കൂർ കഴിഞ്ഞ് കഥയിലെ പ്രധാന സംഭവം ആരംഭിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് സിനിമ വളരെ ഇന്റൻസ് ആയി മാറുകയാണ്. കറുത്ത വർഗ്ഗക്കാരെ വെറുക്കുന്ന ക്ലാനിന് ഈ കഥയിൽ കൂഗ്ലർ കൊടുത്തിട്ടുള്ള വില്ലൻ പരിവേഷവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ്. 1932 കഥ നടക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരങ്ങളായ സ്മോക്കും സ്റ്റാക്കും ഒരു പഴയ ക്ലാൻ അനുഭാവിയിൽ നിന്ന് ഒരു സ്ഥലം വാങ്ങി അവിടെ തങ്ങളുടെ കൂട്ടർക്ക് വേണ്ടി ഒരു ജൂക്ക് ജോയിന്റ്, സംഗീതവും മദ്യവും ഒക്കെ വിളമ്പുന്ന ഒരു നൈറ്റ് ക്ലബ്ബ് സെറ്റപ്പ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. തങ്ങളുടെ പല കൂട്ടാളികളെയും കൂട്ടുന്ന കൂട്ടത്തിൽ സ്വന്തം കസിനായിട്ടുള്ള ഒരു പ്രീച്ചറുടെ മകനായിട്ടുള്ള സാമിയെയും അവർ കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ സംരംഭത്തിന്റെ ആദ്യ ദിനം തന്നെ ഇവർക്ക് ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് പക്ഷേ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റുകളിൽ നിന്നായിരുന്നു. ആ രാത്രി അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ സിന്നേഴ്സ് എന്ന ഈ സിനിമയിൽ കാണുന്നത്. സിനിമയുടെ ആദ്യത്തെ മണിക്കൂർ ഈ രണ്ട് സഹോദരന്മാർ ആ സ്ഥലത്ത് എത്തുന്നതും അങ്ങനെ ഒരു പരിപാടി സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് ഒരു പീരിയഡ് ഡ്രാമ സ്വഭാവത്തിൽ അന്നത്തെ ആളുകൾ നേരിട്ടിരുന്ന വിവേചനങ്ങളും അന്നത്തെ ജീവിത സാഹചര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ഒരു മണിക്കൂറിന് ശേഷം കഥ ഒരു ലൊക്കേഷനിൽ തന്നെ സംഭവിക്കുകയും വാമ്പയർ എലമെന്റ് കഥയിലേക്ക് വരികയും ചെയ്യുന്നതോടെ കാര്യങ്ങളുടെ ഗതി മാറുകയാണ്. ഒരു സ്ഥിരം വാമ്പയർ സ്റ്റോറിയുടെ രീതിയിൽ ഓരോ കഥാപാത്രങ്ങളുടെയും മരണവും ഉയർത്തെഴുന്നേൽപ്പും കാണിക്കുകയല്ല കൂഗ്ലർ ചെയ്യുന്നത്. ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റം കാണിക്കുകയും ബാക്കിയുള്ളത് പ്രേക്ഷകന്റെ കോമൺ സെൻസിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാണുന്ന നമ്മൾക്ക് മനസ്സിലാകും, പടത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന സ്ഥിരം പരിപാടിയൊന്നും ഇവിടെ ഇല്ല. KKK എന്നും അറിയപ്പെടുന്ന ക്ലാനിന്റെ ക്രൂരതകൾ കാണിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂരിഭാഗം ജോണർ സിനിമകളിൽ നമ്മൾ കാണാറുള്ളത്. റയാൻ കൂഗ്ലറും തന്റെ കഥയിൽ ഇത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഘടകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹം ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്നാണ് സംഗീതം. ബ്ലൂസ് എന്ന മ്യൂസിക് ജോണർ ഉടലെടുത്തത് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറിൽ നിന്നാണ് എന്ന ഫാക്ടിനെ ഈ ഒരു സ്റ്റോറിയുടെ ഇമോഷണൽ തീമായിട്ട് സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഇത് കാണുമ്പോൾ വാമ്പയറുകളും മനുഷ്യന്മാരും തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് തോന്നുമെങ്കിലും ആ ജൂക്ക് ജോയിന്റിൽ നടക്കാനിരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ മൊത്തം ഫൈറ്റിന് ഒരു മെറ്റഫോറിക്കൽ ലെയർ ഉണ്ട്. വിവേചനത്തിനെതിരെ പോരാടുന്നവരുടെ ഇടയിൽ ഒരു ആഭ്യന്തര കലഹം ഉണ്ടായതിന് സമാനമായ രീതിയിലാണ് സിനിമയിലെ പ്രധാന കോൺഫ്ലിക്റ്റിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ സ്വഭാവത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി രണ്ട് രീതിയിൽ പോരാടി എന്ന ആംഗിൾ മനസ്സിലാകും. ഒരുപക്ഷെ മൈക്കിൾ ബി ജോർദന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള റോളാണ് ഇതിലെ ഡബിൾ റോൾ. സൈനികരായിട്ടുള്ളത് കൊണ്ടുള്ള ആറ്റിറ്റ്യൂഡും എന്നാൽ അപ്രതീക്ഷിതമായി വന്ന ഈ സാഹചര്യത്തെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും രണ്ട് കഥാപാത്രങ്ങളിലും കഥാപാത്രങ്ങളെ വ്യത്യസ്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ജോർദന് സാധിക്കുന്നുണ്ട്. മൈൽസ് കാറ്റൺ ആണ് പടത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള സാമിയെ അവതരിപ്പിക്കുന്നത്. ബഡി ഗായ് എന്ന ഐക്കോണിക് ബ്ലൂസ് സിംഗറിനെ ഈ കഥാപാത്രത്തിന്റെ പ്രായമായ വേർഷനായി അവതരിപ്പിക്കുക വഴി ഈ ഫാന്റസി ത്രില്ലറിന് ഒട്ടും മുഴച്ചു നിൽക്കാത്ത ഒരു പൊളിറ്റിക്കൽ ലെയർ കൊടുക്കാൻ റയാൻ കൂഗ്ലറിന് സാധിക്കുന്നുണ്ട്. വുൻമി മൊസാക്കു, ഹൈലി സ്റ്റാൻഫെൽഡ്, ജാക്കോ കൊനാൽ, ഡെൽറോയ് ലിൻഡോ എന്നിവരൊക്കെയാണ് ഓർത്തെടുക്കാവുന്ന മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളത്. ലുഡ്വിഗ് ഗൊറാൻസണിന്റെ പശ്ചാത്തല സംഗീതവും മനോഹരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളും മ്യൂസിക്കൽ സീക്വൻസുകളുമുള്ള സിന്നേഴ്സ് എന്ന സിനിമയുടെ രണ്ടാം പകുതി ചരിത്രവും രാഷ്ട്രീയവും ഫാന്റസിയും എല്ലാം ഒന്നിക്കുന്ന ഒരു ഇന്റൻസ് ഫിലിം മേക്കിംഗ് ഏരിയയാണ്. പല തലമുറകളും നേരിട്ട യാതനകൾ, അവർ അനുഭവിച്ച വേദനകൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വാമ്പയർ ഫാന്റസി സ്വഭാവത്തിലുള്ള ഈ കഥയ്ക്ക് ഒരർത്ഥത്തിൽ സാധിക്കുന്നുണ്ട്. ടൈം ലൈൻ ജമ്പ് നടത്തി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കഥ വരുമ്പോൾ ഇരുവശത്തും ഉണ്ടായിരുന്ന ആളുകൾ കൈകൊടുത്ത് പിരിയുന്നത് ഒരേ രാത്രിയെക്കുറിച്ചുള്ള ഒരേ തരത്തിലുള്ള സങ്കടം നിറഞ്ഞ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്